പ്രിയപ്പെട്ടവരെ, എന്നും വിജ്ഞാനപ്രദമായ വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണാറുള്ളത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരപേക്ഷയുമായിട്ടാണ് ഞാനിരിക്കുന്നത്. ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും രണ്ട് കുടുംബങ്ങളെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷയുമായിട്ടാണ് ഇന്നിരിക്കുന്നത്. നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന വന്ദന എന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ പേര് അഭിലാഷ് എന്നാണ്. എൻ്റെ വീടിന് വളരെ അടുത്ത് ആണ് അവരുടെ വീട്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് അറിയുന്ന ആളുകളാണ്. അഭിലാഷിൻ്റെ മകൻ എൻ്റെ മകൻ ഭാസിയോടൊപ്പമാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അഭിലാഷിന് ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ദിവസവും ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണ് 2 കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 കുടുംബമെന്ന് പറയുമ്പോൾ ഒന്ന് അഭിലാഷിൻ്റെ കുടുംബമാണ്, മറ്റൊന്ന് അഭിലാഷിൻ്റെ സഹോദരി അനീഷ. അനീഷ എന്നോടൊപ്പം 1ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ്. അനീഷയുടെ ഭർത്താവ് 1 വർഷം മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണമടഞ്ഞതിനെ തുടർന്ന് ആ കുടുംബത്തിൻ്റെ സംരക്ഷണവും അഭിലാഷിൻ്റെ ചുമലിലാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുള്ള വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അഭിലാഷ്. ആശുപത്രി കാര്യങ്ങളാവട്ടെ, വിവാഹ മരണ എന്ത് കാര്യങ്ങളുമാകട്ടെ, എന്തിനും മുൻപന്തിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് അവൻ. ഒരു ദിവസം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബേക്കറിയിലേക്കുള്ള സാധനങ്ങളുമായിട്ട് വരുമ്പോൾ റോഡിന് കുറുകെ ചേർത്തലയിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്തിനടുത്ത് വെച്ച് റോഡിന് കുറുകെ ഒരു നായ വട്ടം ചാടുകയും വണ്ടി മറിയുകയുമാണ് ഉണ്ടായത്. ഓട്ടോറിക്ഷ മറിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ അഭിലാഷിൻ്റെ ശരീരത്തേക്കാണ് മറിഞ്ഞു വീണത്. അദ്ദേഹത്തിൻ്റെ 10ഓളം വാരിയല്ലുകൾ ഒടിയുകയും വാരിയൽ ശ്വാസകോശത്തിനുള്ളിലേക്ക് തുളച്ചു കയറുകയും ചെയ്തിരിക്കുകയാണ്. ഷോൾഡറിനും തലയ്ക്കും ശരീരത്താകമാനം ഫ്രാക്ചറുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനകം തന്നെ ലക്ഷങ്ങൾ ചിലവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നിർധനമായ കുടുംബമാണ്. അഭിലാഷിൻ്റെ മാതാപിതാക്കളും രോഗികളാണ്. വലിയ ഭാരിച്ചൊരു ചികിത്സാ ചെലവാണ് വന്നിരിക്കുന്നത്. ഇനിയും 20 ലക്ഷത്തിലേറെ രൂപയുണ്ടെങ്കിൽ മാത്രമേ സർജറികളെല്ലാം കഴിഞ്ഞ് അഭിലാഷിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും വീണ്ടും ഒരുപാട് നാളുകൾ എടുക്കാൻ ചാൻസ് ഉണ്ട് അദ്ദേഹം പഴയ ആരോഗ്യസ്ഥിതിയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മുടെ ഇവിടെ പഠിച്ച് ജോലി നേടിയിട്ടുള്ള കുറേ ആളുകളുണ്ട്, അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഓൺലൈനിലും ഓഫ്ലൈനിലും അതേപോലെ തന്നെ ബാസീസ് അക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നല്ല മനസ്സുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയ സഹായം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്ത്? അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഗ്രൂപ്പിലേക്കോ മറ്റൊരാളിലേക്കോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു സഹായമെങ്കിലും ആവാം. 1 രൂപയാണെങ്കിൽ 1 രൂപ പല തുള്ളി ചേരുമ്പോൾ പെരുവെള്ളമായി മാറുന്നതുപോലെ നമ്മളൊരു ദിവസത്തെ ഒരു ചായ കുടിക്കുന്ന പണമോ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്ന പണമോ നമുക്ക് ചികിത്സാ സഹായം എന്ന നിലയിൽ നൽകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് വലിയൊരു താങ്ങും തണലുമായിട്ട് മാറിയ ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ തിരികെ സംരക്ഷിച്ചു കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതിന് വേണ്ടുന്നത് നിങ്ങളുടെ ഒരു മനസ്സ് മാത്രമാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ സാധിക്കുന്നുവോ, സന്മനസ്സുള്ള ആളുകളിൽ നിന്ന് ആ ചെറുപ്പക്കാരന് സഹായം ചോദിക്കുവാൻ സാധിക്കുന്നുവോ, അതിന് തുല്യമാണ് ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ചെയ്ത് ആ ഒരു 2 കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയോടൊപ്പം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അഭിലാഷ് ചള്ളിയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം പഞ്ചായത്തിലെ 11ാം വാർഡിൽ ചള്ളിയിൽ വീട്ടിലാണ് അഭിലാഷ് താമസിച്ചുകൊണ്ടിരുന്നത്. അഭിലാഷ് ചള്ളിയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് പുത്തനങ്ങാടി ഫെഡറൽ ബാങ്കിലതാണ്. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പരും ഈ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏതൊരു ചെറിയ സഹായമാണെങ്കിലും അത് ആ കുടുംബത്തിന് വലിയൊരു സഹായമായി മാറുമെന്ന് പ്രത്യാശിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കരുണയും നിങ്ങളുടെ അനുകമ്പയുമെല്ലാം അഭിലാഷിൻ്റെ കുടുംബത്തിനും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.